അങ്ങനെ പിള്ളേരുടെ കളിക്ക് ശേഷം ഞങ്ങൾ വലിയവരുടെ കളികളായിട്ടോ വിവിധ തരത്തിലുള്ള കളികളാണ് ഞങ്ങൾ കളിച്ചത്. അതിൽ ആദ്യത്തെ കളി എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. അത് ആക്ച്വലി ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. നമ്മൾ പാട്ട് വെക്കുമ്പോൾ ഒരു ബോക്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പാട്ട് നിൽക്കുമ്പോൾ ആ ബോക്സ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ വന്ന് സുന്ദരിക്ക് പൊട്ട് തൊടണം. ഇതിൽ 1, 2, 3 പേർക്കൊക്കെ ഭാഗ്യം കിട്ടി സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട്. അതിൽ വല്യമ്മയ്ക്ക് കിട്ടി, അമ്മയ്ക്ക് കിട്ടി, അച്ചാച്ചനും ആൻറ്റിക്കൊക്കെ കിട്ടിയിട്ടോ ആ ഒരു ഭാഗ്യം. നമ്മളൊരു കളി കുറേ നേരം കളിക്കില്ല, കുറച്ച് നേരം കളിച്ചിട്ട് വേറെ കളിക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കളി കളിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കളിച്ച കളിയാണ് നമ്മുടെ സ്റ്റാച്ച് എന്ന് പറഞ്ഞ കളി. കണ്ട ഞാൻ പറഞ്ഞത് ഈ സുന്ദരിക്ക് പൊട്ട് തൊടലിൽ അമ്മ ഇങ്ങനെ വേറെ സ്ഥലത്ത് കൊണ്ട് തൊടുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ കിട്ടിയില്ല. ഈ ഒരു കളിയിൽ അപ്പച്ചനാണ് വിന്നർ. ആക്ച്വലി അപ്പച്ചനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അടുത്തെത്തിയിട്ടുണ്ട് സുന്ദരിക്ക് പൊട്ട് തൊടലിൽ. അപ്പോൾ അച്ചാച്ചന് വേറെ സ്ഥലത്താണ് കൊണ്ട് കുത്തിയത്, വല്യമ്മ അതുപോലെ വേറെ സ്ഥലത്താണ് കൊണ്ട് കുത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കളി ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത കളി കളിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അതായത് ഈ സ്റ്റാച്ചു എന്ന് പറഞ്ഞ കളി അടിപൊളി കളിയാണ്. ഈ കളിയിൽ എല്ലാവരുടെ കഴിവും പുറത്തേക്ക് വരും. എല്ലാവരും അടിപൊളി ഡാൻസുകാരാണ് കേട്ടോ. കണ്ടില്ല, അച്ചാച്ചനൊക്കെ കിട്ടിയില്ല ഡാൻസറാണ് കണ്ടോ. ഞങ്ങളിങ്ങനെ ആ ഒരു കളി കളിച്ചിട്ടോ നമ്മൾ ചിരിച്ച് ഒരു വിധമായി അടിപൊളിയായിരുന്നു ഈ കളി. നല്ല രസമായിരുന്നു. പാട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡാൻസ് കളിക്കും. പാട്ട് നിൽക്കുമ്പോൾ സ്റ്റാച്ചു ആയിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ എന്നിട്ട് ചിരിപ്പിക്കണം. അങ്ങനെ ആ ആളെ ഔട്ടാക്കണം. അങ്ങനെയാണ് ഈ കളി. അപ്പോൾ അമ്മാമ്മക്ക് അവിടെ ഇരുന്ന് കളി കണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഈ കളിക്ക് ശേഷം ഞങ്ങൾ വേറൊരു കളി കളിച്ചു കേട്ടോ. ആ കളി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. നല്ല രസമായിരുന്നു കേട്ടോ. കൊല്ലത്തിലൊരിക്കൽ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഈ കളികളും ഈ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ്. കൂടുതൽ നമുക്കൊരു റിലാക്സേഷനും മനസ്സിനൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും.